നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. ലോക വനിതാ ദിനത്തിൽ കാട്ടാക്കടയിൽ നിന്നും ബജറ്റ് ടൂറിസം കന്യാകുമാരി രാവിലെ 7 മണിയോടെ തിരിച്ച യാത്രയ്ക്ക് KSRTCയിലെ ആദ്യ 3 വനിതാ ATOമാരിൽ ഒരാളും 11 യൂണിറ്റുകളുടെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയും വഹിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ജെ ജ്യോതികുമാരി ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോൾ യാത്രയ്ക്ക് ഡബിൾ ബെൽ അടിച്ചത് വനിതാ കണ്ടക്ടറായ ജയകുമാരിയും ഒപ്പം സാരഥി സംസ്ഥാനത്തെ 2ാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും KSRTC വനിതാ ഡ്രൈവറായ കാട്ടാക്കട സ്വദേശിനിയായ രാജിയാണ്. ഇതോടൊപ്പം തൃപ്പരപ്പ്, പത്മനാഭപുരം, കൊട്ടാരം തുടങ്ങി കന്യാകുമാരിയിലെത്തി വിവേകാനന്ദ പാറയും അസ്തമനവും കണ്ട് മടങ്ങിയെത്തുന്ന ഈ വിനോദയാത്രയിൽ യാത്രക്കാർ KSRTCയിലെ തന്നെ 40 വനിതാ ജീവനക്കാരായിരുന്നു എന്നതും പ്രത്യേകതയാണ്. BTC സൗത്ത് ജില്ലാ കോർഡിനേറ്റർ VR SHM ഷൂജ, ജ്യോതിഷ് കുമാർ, സത്യരാജ് എന്നിവർ സംസാരിച്ചു. എംപ്ലോയീസ് യൂണിയൻ ആശംസകൾ അറിയിച്ചു. മിഠായി വിതരണം നടത്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനമായി ആചരിക്കുന്ന ഇന്ന് കാട്ടാക്കട നമ്മുടെ KSRTC കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന്. കാരണം നമ്മുടെ വനിതാ ഡ്രൈവറാണ് നമ്മുടെ ഒരു BTC ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതിൽ വനിതാ ഡ്രൈവറാണ് നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് മുഖ്യ അതിഥിയായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ BTC നടത്തുന്ന ഈ കന്യാകുമാരി ട്രിപ്പ്, ആ ട്രിപ്പിൽ നമ്മുടെ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാവരും വനിതകളാണെന്നുള്ളതിൽ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വിപുലമായ സംവിധാനങ്ങളാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുക്കിയിരിക്കുന്നത്. 158 ട്രിപ്പുകളാണ് BTC ഇന്ന് പാറശാല മുതൽ കാസർഗോഡ് വരെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ ട്രിപ്പുകളാണ് ഇന്ന് കാട്ടാക്കട നിന്നും കന്യാകുമാരി, വിഴിഞ്ഞെത്തുന്ന കന്യാകുമാരി ട്രിപ്പ് വനിതകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ തീരങ്ങളിലൂടെ യാത്ര, കപ്പൽ യാത്ര, അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി വെള്ളനാട് പൂവാറ് ഡിപ്പോയിൽ നിന്ന് സെക്കൻഡ് ഷോ ലേഡീസിന് മാത്രമായിട്ടുള്ള സെക്കൻഡ് ഷോ ട്രിപ്പ് ഉൾപ്പെടെ BTC സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് കാട്ടാക്കടന്ന് കന്യാകുമാരി ട്രിപ്പ് പോവുകയാണ്. വനിതാ ഡ്രൈവർ, വനിതാ കണ്ടക്ടർ, വനിതകൾ മാത്രമായിട്ട് കടന്നു പോവുകയാണ്. അപ്പൊ ഇനിയും അടുത്ത വർഷങ്ങളിലൊക്കെയും അധികമായി വനിതകൾ ഈ മേഖലയിലോട്ട് കടന്നു വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.